നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണാഘോഷങ്ങൾ. കാക്കനാട് അത്താണി ഭവന സമുച്ചയത്തിൽ താമസിക്കുന്ന 33 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള നടപടികൾ നിർത്തിവയ്ക്കണമെന്ന പി രാജീവ് MP. കുടിയൊഴിപ്പിക്കലിനെതിരെ BJP പ്രക്ഷോഭത്തിലേക്ക്. ആലുവ ചുണങ്ങംവേലിയിൽ വീടിന്റെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സിവിൽ സ്റ്റേഷനിൽ വൃക്ഷത്തൈ നടലും പരിസ്ഥിതി ദിന പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ വളപ്പിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ MG രാജമാണിക്യം വൃക്ഷത്തൈ നട്ടു. തുടർന്ന് അദ്ദേഹം പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ADM B രാമചന്ദ്രൻ, വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KS സുധ എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ ജയിൽ പരിസരത്ത് വൃക്ഷത്തൈ നട്ട് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി വൃക്ഷത്തൈ നട്ടു. ജില്ലാ ജയിൽ സൂപ്രണ്ട് സുധീർ, വെൽഫെയർ ഓഫീസർ OJ തോമസ്, അസിസ്റ്റന്റ് ജയിലർ K സുദർശനൻ, ഹെഡ് വാർഡൻ ലാൽജി, അനീഷ് K ഏലിയാസ്, നൌഫൽ, സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ K അജിത് കുമാർ, റസിയ, രഘു എന്നിവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സോഷ്യൽ സർവീസ് ഫോറം ഫാക്ട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. ചടങ്ങ് ഡോക്ടർ ഷാജി ഉദ്ഘാടനം ചെയ്തു. ജോബി തോമസ്, വിവിധ യൂണിയൻ നേതാക്കളായ PS മുരളി, R ശശികുമാർ, സനന്ദനൻ, സാജു വർഗീസ്, ജോർജ് തോമസ്, TS സെൻ, സഹീർ എന്നിവർ പങ്കെടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഹരിതഗൃഹ പ്രഭാവം എന്നുള്ള നിലയിൽ അന്തരീക്ഷ ഊഷ്മാവ്, ആഗോള താപനം ഓരോ വർഷവും 1 ഡിഗ്രി അല്ലെങ്കിൽ 1/2 ഡിഗ്രി വെച്ച് കൂടുന്നു എന്നുള്ളത്. ഇതിന്റെ പരിണിത ഫലമായിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ സമുദ്ര ജലനിരപ്പ് 1 mm അല്ലെങ്കിൽ 1.5 mm വരെയാണ് ഇതിനു മുമ്പ് ശരാശരി ഒരു വർഷം ഉയർന്നത്. ആലുവ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പരിസ്ഥിതി ദിനാചരണം പെരുന്തച്ചന്റെ നാട്ടിൽ നിന്നും ആരംഭിച്ചു. പെരുന്തച്ചന്റെ നാടായ ഉളിയന്നൂർ കരയിൽ വൃക്ഷത്തൈകൾ നട്ട് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ജിനാസ് പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള മരങ്ങൾ നടീലിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെയും വാർഡ് വികസന സമിതിയുടെയും ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ദ്വീപ് സംരക്ഷണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലീബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം PA ഷാജഹാൻ പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭദ്രാദേവി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ഷാനവാസ്, TDS ചെയർപേഴ്സൺ ഐഷ BV, വാർഡ് വികസന സമിതി ചെയർമാൻ A ശശികുമാർ, ഹരീഷ് പല്ലശ്ശേരി, PG മാധവൻ നായർ, CA അലിക്കുഞ്ഞ്, ജിൻഷാദ് ജിന്നാസ്, കാവു പരിപാലകൻ B അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഉളിയന്നൂർ പാലത്തിന് ഇരുവശവും ചടങ്ങിൽ പങ്കെടുത്തവർ ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഇന്ന് ഈ വൃക്ഷത്തൈകൾ നടൽ ഇവിടെ നടക്കുന്നത് 100 തൈകളാണ് ഇന്ന് ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്നവർ നടുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ അബ്ദുൽ മുത്തലിബും ശ്രീ ഷാജഹാനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭദ്രാദേവിയും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളുമാണ് ഇന്ന് തൈകൾ നടന്നത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമ ഭേദഗതിക്കെതിരെ ആലുവ മുട്ടത്ത് പരിസ്ഥിതി പ്രവർത്തകർ സംഘടിപ്പിച്ച ധർണ കർഷകനായ കുഞ്ഞാമു ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, പുരുഷൻ ഏലൂർ ഗോപിനാഥ്, ഡോക്ടർ ജോസഫ് മക്കോളിൽ, ജിയാസ് വിടാക്കുഴ, സുരേഷ് എന്നിവർ പങ്കെടുത്തു. മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരാൾക്കും വെള്ളം കുടിക്കാൻ കിട്ടൂല ഈ പ്രദേശത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കും. ഈ ഉദാഹരണം പ്രഖ്യാപിച്ചു. ആലുവ സെന്റ് സേവേഴ്സ് കോളേജിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി 800ഓളം വൃക്ഷത്തൈകൾ നട്ടു. കോളേജിന് മുന്നിലെ റോഡരികിൽ വൃക്ഷത്തൈ നട്ട് അൻവർ സാദത്ത് MLA പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റീത്താമ അധ്യക്ഷത വഹിച്ചു. സെന്റ് സേവേഴ്സ് കോളേജ്, ഭൂമിത്ര ക്ലബ്ബ്, കോളേജിലെ NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ ആലുവ നഗരസഭാ ചെയർമാൻ MT ജേക്കബ്,
പരിസ്ഥിതി ദിന സന്ദേശം നൽകി. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ ഫാസിൽ ഹുസൈൻ, കൗൺസിലർ ലത്തീഫ് പൂഴിത്തുറ, കോളേജ് NSS യൂണിറ്റ് ഭാരവാഹികളായ ഡോക്ടർ സീമ, രശ്മി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഈ കേരളത്തിലെ പ്രകൃതി നമ്മുടെ ബേർഡ്സ് ആൻഡ് കൺട്രി എന്നാണ് നമ്മുടെ കേരളത്തെ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിന്റെ പ്രകൃതിയുടെ ആ സൗന്ദര്യം ഈ കേരളത്തിൽ. ആ പ്രകൃതിയെ ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ വികസനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതിൻ്റെ പേരിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ കേരളത്തിൽ. അപ്പൊ അത് സംരക്ഷിക്കപ്പെടണം നമ്മൾ. അതാണ് നമ്മുടെ ഈ പരിസ്ഥിതി പ്രധാനമായി എടുക്കേണ്ട മുദ്രാവാക്യം. ആലുവ പരിസ്ഥിതി സംരക്ഷണ സംഘം ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ആലുവ മഹാത്മാഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പൊതുസമ്മേളനം അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ സംഘം പ്രസിഡന്റ് PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി സംരക്ഷണ സംഘം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഭൂമിമിത്ര പുരസ്കാരം ജസ്റ്റിസ് K സുകുമാരൻ, മുൻ MP PT തോമസിന് നൽകി. പുരസ്കാര നിർണയ സമിതി അംഗം KM ഇസ്മായിൽ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. പ്രമുഖ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലുവ നഗരസഭാ ചെയർമാൻ MT ജേക്കബ്, ഫെഡറൽ ബാങ്ക് ജനറൽ മാനേജർ KA വർഗീസ്, പോൾ മുണ്ടാടൻ, ME അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ആലുവ പാലസിൽ നിന്ന് ടൗൺ ഹാളിലേക്ക് നടന്ന ഹരിത ജാഥയ്ക്ക് VT ചാർലി, ജോസഫ് പുതുശ്ശേരി, S വിജയകുമാർ, T ഉമ്മർ, T നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം നടന്ന ശാസ്ത്ര സെമിനാറിൽ കടലുയർച്ചയുടെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ G മധുവും സ്ത്രീകളും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തിൽ UC കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മ്യൂസ് മേരി മാത്യുവും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ K ജോർജ് മോഡറേറ്റർ ആയിരുന്നു. KP വർക്കി, A ഭാസ്കരൻ, ME മുഹമ്മദ്, CG തമ്പി എന്നിവർ പങ്കെടുത്തു. ഈ പരിസ്ഥിതിയെ കോട്ടത്തിലുള്ള പല പ്രവൃത്തികളിലും അറിഞ്ഞറിയാതെ നമ്മൾക്ക് ഭാഗവാദങ്ങളുടെ ഭാവന നഗരമായ പലപ്പോഴും ഈ പരിസ്ഥിതി നമുക്കറിയാം. നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കർത്തവ്യമായി നമ്മൾ. അഴലിന്റെ ആഴങ്ങളിൽ ചിന്ന ചിന്ന ആശ എന്നീ ഗാനങ്ങൾ തോടിന്റെ ഓളങ്ങളിൽ ഇളകി ബോട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വന്നു. പാടുന്നത് ആരെന്നറിയാൻ കരയിൽ നിന്നിരുന്നവർ ബോട്ടിലേക്ക് നോക്കി. എറണാകുളം ജില്ലാ കളക്ടർ സാക്ഷാൽ രാജമാണിക്യമായിരുന്നു ആ ഗായകൻ. ലോക പരിസ്ഥിതി ദിനത്തിൽ സംയോജിത നീർത്തട പരിപാലന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗമാണ് പ്രകൃതി സൗഹൃദ ബോട്ട് യാത്ര സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച ഉച്ചക്ക് കാക്കനാട് ചിത്രപ്പുഴ ജെട്ടിയിൽ നിന്നും വൈറ്റില ജെട്ടി വരെയായിരുന്നു യാത്ര. പുഷ്പാലങ്കൃതമായ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിനുള്ളിൽ തന്നെയാണ് ഉദ്ഘാടന സമ്മേളനം നടന്നത്. യാത്ര മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തു. നദീതടങ്ങളിലാണ് നമ്മുടെ സംസ്കാരം ഉടലെടുത്തതെന്നും എന്നാൽ അതേ നദികളെ തന്നെയാണ് നമ്മൾ മലിനപ്പെടുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് P കുന്നപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ MG രാജമാണിക്യം പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബാബു ജോസഫ്, സാജിദ സിദ്ദീഖ്, KK സോമൻ, വത്സ കൊച്ചുകുഞ്ഞ്, വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ്, പ്രോജക്ട് ഡയറക്ടർ K വനജകുമാരി, M സത്യൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് അങ്കണവാടി അധ്യാപികമാരുടെ ഗാനങ്ങളും പ്രത്യേക പരിപാടികളും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് P കുന്നപ്പള്ളി എഴുതിയ സ്വന്തം കവിത വഞ്ചകി ശ്രോതാക്കളെ കുടുകുടെ ചിരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പാടിയ പാട്ടുകളും കവിതകളുമെല്ലാം തന്നെ നഷ്ടപ്രണയത്തിന്റെ ശോകഛായ പകർന്നുവന്ന ജില്ലാ കളക്ടർ രാജമാണിക്യത്തിന്റെ അഭിപ്രായ പ്രകടനം കയ്യടികളോടെയാണ് ബോട്ടിലുണ്ടായിരുന്നവർ സ്വീകരിച്ചത്. വൈറ്റില ഹബ്ബിൽ ഇറങ്ങി വൃക്ഷത്തൈ നട്ട ശേഷമാണ് ഇവർ കാക്കനാട്ടേക്ക് മടങ്ങിയത്. ഞാൻ ഉൾപ്പെടെയുള്ള DPC സമിതി വാട്ടർ ഡിസ്ട്രിക്ട് പദ്ധതി ചെയ്തിട്ടുണ്ട്. വനവൽക്കരണ സന്ദേശം ജീവിതത്തിൽ പകർത്തി മാതൃകയായ ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ഷഹന പരിസ്ഥിതി ദിനത്തിൽ ശ്രദ്ധേയായി. പൈപ്പ് ലൈൻ റോഡിൽ കല്ലുവെട്ടിപ്പറമ്പിൽ KM ഷാജിയുടെ മകളാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. സ്വന്തമായി വീടോ പറമ്പോ ഇല്ലാത്ത KS ഷഹന 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വഴിയിൽ നിന്നും കിട്ടിയ വാഗമരത്തിന്റെ വിത്ത് റോഡ് സൈഡിൽ തന്നെ കുഴിച്ചിട്ടത്. ഹരിത വിപ്ലവ സന്ദേശമോ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയോ മനസ്സിലാകാത്ത പ്രായത്തിൽ വൃക്ഷം വളർത്തണമെന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് സ്വന്തം പറമ്പില്ലാത്തതിനാൽ പൊതുവഴിയരികിൽ നട്ടത്. ആ കായ് മുളച്ച തയ്യായതും നിത്യേന തന്റെ മരമെന്ന രീതിയിൽ പരിപാലിച്ചതും ആരെയും ബോധ്യപ്പെടുത്താനായിരുന്നില്ല.
ആ വാഗമരം 7 വർഷം കൊണ്ട് വളർന്ന വഴിയാത്രക്കാർക്ക് തണലും പക്ഷികൾക്ക് താവളവുമായപ്പോൾ ഷഹനയുടെ മനസ്സിൽ കൃതാർത്ഥത നിറയുകയായിരുന്നു. മണ്ണിനെ സ്നേഹിക്കുവാൻ, പ്രകൃതിയെ പരിപാലിക്കുവാൻ തന്റെ താല്പര്യത്തിന് നേർക്കാഴ്ചയായി നിത്യസ്മാരകമായി ആ വാഗമരം നഗരത്തിൽ വളർന്നു പന്തലിക്കുന്നതും ഭാവനയിൽ കണ്ട ഷഹനയും മകളുടെ പ്രകൃതി സ്നേഹത്തിൽ ചാരിതാർത്ഥ്യം പൂണ്ട പിതാവ് ഷാജിയും സ്വന്തം പുരയും പുരയിടവുമില്ലാത്തതുകൊണ്ട് വാടക വീട്ടിൽ താമസിക്കുകയാണ്. എൻ്റെ മകൾക്ക് പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുരു കൊണ്ടുവന്ന് റോഡ് സൈഡിൽ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ കുരു കൊണ്ടുവന്ന് ചെറിയ കവറിൽ നട്ട് മുളപ്പിച്ച് അത് തയ്യായപ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് അവൾ തന്നെ നട്ട് വലുതായി 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇതുപോലെ ചെയ്തത്. അപ്പോൾ മരം ഇപ്പോൾ ആള് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മരം നന്നായിട്ട് വളർന്ന് വലുതായി. അത് മറ്റുള്ളവർക്കൊരു തണലും കൂടിയായി. ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെ ഒരു ആനന്ദവും സന്തോഷവും ഉളവാക്കുന്നു.